അശ്ലീല വീഡിയോ കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ കഴിയില്ലെന്ന് പ്രതിയായ ജെഡിഎസ് എംപി പ്രജ്വൽ രേവണ്ണ അന്വേഷണ സംഘത്തെ അറിയിച്ചു. ബംഗളൂരുവിൽ ഇല്ലെന്നാണ് അഭിഭാഷകൻ മുഖേന അറിയിച്ചിട്ടുള്ളത്. സത്യം ജയിക്കുമെന്നും പ്രജ്വൽ എക്സിൽ കുറിച്ചു. പ്രജ്വൽ രേവണ്ണയെ പ്രധാനമന്ത്രി സംരക്ഷിക്കുകയാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. നൂറുകണക്കിന് പെൺമക്കളെ ചൂഷണം ചെയ്തയാളെ മോദി സംരക്ഷിക്കുന്നു. പതിവ് പോലെ മോദി തന്ത്രപരമായ മൗനത്തിലാണ്. ഇതാണോ മോദിയുടെ സ്ത്രീ സുരക്ഷയുടെ ഗ്യാരണ്ടിയെന്നും രാഹുൽ ഗാന്ധി ചോദിച്ചു. വിവരങ്ങളുമായി ശരത് കെ ശശി നമുക്കൊപ്പം ചേരുന്നു. തത്സമയം ശരത്, ഗുഡ് ഈവനിംഗ്. കർണാടകത്തിൽ ഇനിയും 14 സീറ്റുകൾ ബാക്കിയുള്ളപ്പോൾ നിൽക്കുന്ന ഈ വിവാദം, അതിലിപ്പോൾ പ്രജ്വൽ പറയുന്ന ന്യായം എന്താണ്? ഇവിടെ നിന്ന് കടന്നു കളഞ്ഞിട്ട് തിരികെ വരാതിരിക്കുന്നതിന് എന്താണ് ഇപ്പോൾ ന്യായമായി പറയുന്നത്? സുജിയ, ലൈംഗികാതിക്രമ കേസിൽ ഒരു ദിവസത്തിൽ 24 മണിക്കൂറിനുള്ളിൽ ഹാജരാകണമെന്നതായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം SIT പ്രജ്വൽ രേവണ്ണയ്ക്ക് നൽകിയ നോട്ടീസിൽ നിർദ്ദേശിച്ചിരുന്നത്. അദ്ദേഹം ജർമ്മനിയിലേക്ക് പോയ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിൻ്റെ വസതിയിൽ ഈ നോട്ടീസ് പതിപ്പിക്കുകയായിരുന്നു അന്വേഷണ സംഘം ചെയ്തത്. ഇപ്പോൾ ഈ നോട്ടീസിനാണ് പ്രജ്വൽ രേവണ്ണ മറുപടി നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ബാംഗ്ലൂരിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ അന്വേഷണവുമായി സഹകരിക്കാൻ കഴിയില്ല എന്നതാണ് പ്രജ്വലിൻ്റെ അഭിഭാഷകൻ മുഖേന SITയെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അന്വേഷണത്തിലൂടെ സത്യം പുറത്തുവരും, സത്യമേ വിജയിക്കൂ എന്നാണ് ഇപ്പോൾ സമൂഹ മാധ്യമമായ എക്സിൽ പ്രജ്വൽ രേവണ്ണ കുറിച്ചിരിക്കുന്നത്. ഇതിൽ നേരത്തെ സുജയ സൂചിപ്പിച്ചതുപോലെ കർണാടകയിൽ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടം ബാക്കിയുണ്ട്. മെയ് 7-ാം തീയതിയാണ് 14 സീറ്റുകളിൽ തെരഞ്ഞെടുപ്പ് നടക്കാനുള്ളത്. അങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ കർണാടക രാഷ്ട്രീയത്തെ പിടിച്ചുലച്ച ഒരു വിവാദമാണ് പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ഈ ലൈംഗിക അതിക്രമ പരാതി. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ രാഷ്ട്രീയ വിവാദം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു തരത്തിൽ JDSനെ സംബന്ധിച്ചിടത്തോളം കർണാടകയിലെ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ അവസാന ദിവസങ്ങളിലാണ് ഈ ടേപ്പ് വിവാദം പുറത്തു വരുന്നത്. കർണാടകയിൽ JDS മത്സരിക്കുന്ന സീറ്റുകളിലെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാവുകയും ചെയ്തു. സത്യത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നത് BJP ആണ്. ഇനി BJP മത്സരിക്കുന്ന 14 സീറ്റുകളിലാണ് തെരഞ്ഞെടുപ്പ്. അത് കർണാടകയിൽ BJPക്ക് വലിയ തലവേദന സൃഷ്ടിക്കുന്നു. മാത്രവുമല്ല, ദേശീയ തലത്തിൽ തന്നെ BJP ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മറുപടി പറയാൻ പ്രയാസം നേരിടുന്ന സാഹചര്യമാണുള്ളത്. നമുക്കറിയാം, ഒരു വശത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസിനെതിരെ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് സ്ത്രീകളുടെ കെട്ടുതാലി അടക്കം കോൺഗ്രസ് പിടിച്ചെടുത്ത് അത് വിഭജിച്ചു നൽകും എന്നതാണ്. ആ രീതിയിലുള്ള പ്രചരണം പ്രധാനമന്ത്രി എല്ലാ തെരഞ്ഞെടുപ്പ് റാലികളിലും നടത്തുന്നതിനിടയിലാണ് സ്ത്രീകൾക്കെതിരെ ഇത്രയും വലിയ അതിക്രമം നടത്തിയതായി ഘടകകക്ഷി നേതാവിനെതിരെ ആരോപണം ഉയർന്നിരിക്കുന്നത്. അത് പ്രതിരോധിക്കാൻ വേണ്ടി വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ശരത് കെ ശശിയാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.